ഹായ്, ഇന്നിത് ഈ കുറച്ച് പ്ലാന്റുകളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ചട്ടിയിലാക്കുമായിരുന്നു ഇന്നത്തെ പണി. ഇത് മണി പ്ലാന്റിൻ്റെ, അതായത് പോത്തോസ്, അതിൻ്റെ ഈ ഗ്രീന് ലെമൺ വൈൻ എന്ന് പറയുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചേക്കുമായിരുന്നു ഒന്ന് പിടിച്ച് കിട്ടാൻ. കാരണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ 2 പ്രാവശ്യം ഒരാളോട് മേടിച്ച് കൊണ്ടുവച്ചിട്ട് പിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ മണ്ണി വെക്കാതെ വെള്ളത്തിൽ വെച്ചപ്പോൾ പിടിച്ച് ഇത്രയായി കേട്ടോ. പിന്നെ മാറ്റി നട്ടേക്കാന്ന് ഓർത്തുന്ന നടുവായിരുന്നു, പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു, ഭാഗ്യം. ഇത് ഒന്ന് നട്ടു. അതുപോലെ കുറേ എപ്പിഷ്യ പ്ലാന്റിൻ്റെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. റെഡ് ഉണ്ടായിരുന്നു, പിങ്ക് പൂവൊക്കെ, അങ്ങനെ 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഈ പോത്തോസിൻ്റെ ഇത് നട്ടു വെച്ചു. പിടിക്കുമായിരിക്കും, കാരണം ഇപ്പോൾ ഇത്രയും വളർന്നുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് ഇവിടെ വെച്ച് തൽക്കാലം വെച്ചെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ നിന്ന് പ്ലാന്റാക്കി ഹാങ്ങി ചെയ്ത് വിടണം. ഇത് എപ്പിഷ്യയുടെ റെഡ് പൂവാണ്. ഇത് ഉണ്ടോ, ഇതിൻ്റെ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ബാലൻസ് വന്നത് വേറെ മണ്ണിൽ നട്ടു വെച്ചതാണ്. അപ്പം വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി. ഇതും എപ്പിഷ്യ തന്നെ, ഇതിൻ്റെ ഓറഞ്ച് കളർ. ഇതും അത് തന്നെയാണെന്ന് തോന്നുന്നല്ലേ. ഇത് റെഡോ ഓറഞ്ചോ ആണെന്ന് തോന്നുന്നല്ലോ. ഇതും അത് തന്നെ എപ്പിഷ്യയുടെ. ഇതെല്ലാം എപ്പിഷ്യയാണ്. ഇത് പിങ്കാണ് കേട്ടോ. ഞാൻ രാവിലെ പറിച്ചപ്പം വാടിപ്പൂവ്. ഇതാണ് എപ്പിഷ്യയുടെ പിങ്ക് വെറൈറ്റി. ഇത് വണ്ടറിങ് ജൂ ആണ്. ഇത് നമ്മൾ മുറ്റത്ത് നിലത്ത് കെട്ട് കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കും കേട്ടോ, വൃത്തിയുടെ സമയം. ഇതുണ്ടോ, ചെടിച്ചട്ടിയിലൊക്കെ നല്ല ഭംഗിയല്ലേ. ഇതായിരുന്നു ഇന്ന്. ഇതിന് തൽക്കാലത്തിന് നട്ടെന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഹാങ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.